ശബരിമലയിൽ നല്ല ഭക്തജന തിരക്കാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് സ്കൂൾ അടയ്ക്കുന്നതോടുകൂടി തിരക്ക് കൂടും. പുലർച്ചെ 12 മണി മുതൽ 7 മണി വരെ 28,960 പേരാണ് ദർശനം നടത്തിയത്. ഇന്നലെ 97,000-ലധികം പേരാണ് ദർശനം നടത്തിയത്. ലക്ഷത്തിനടുത്ത്. ഗോകുൽനാഥ് ഉണ്ട്. ഗോകുൽനാഥ്, വെരി ഗുഡ് മോർണിംഗ്. സ്വാമി ശരണം. സന്നിധാനത്ത് ഇന്നും നല്ല തിരക്കുണ്ട് അല്ലേ? ഇനിയിപ്പോൾ അങ്ങോട്ട് തിരക്ക് കൂടും. തണുപ്പെങ്ങനുണ്ട് ഗോകുൽ ശബരിമലയിൽ? ഡോക്ടർമാർ ഭയങ്കര കനത്ത കാറ്റാണ് ഇപ്പോൾ ശബരിമലയിൽ വീശിക്കൊണ്ടിരിക്കുന്നത്. സന്നിധാന പ്രദേശത്ത് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കനത്ത കാറ്റും അത് മാത്രമല്ല ആഴിയിൽ നിന്ന് ആ ചൂടും പുകയും എല്ലാം സന്നിധാനത്തേക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല കനത്ത തിരക്കിലാണ് സന്നിധാനം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരക്ക് കുറവുണ്ടായിരുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ 64,000 പേരൊക്കെയാണ് ദിവസങ്ങളിൽ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ തിങ്കളാഴ്ച ദിവസത്തേക്ക് എത്തുമ്പോൾ 97,000-ലേക്ക് കണക്കുകൾ മാറുന്നു. എന്തായാലും തദ്ദേശ തിരഞ്ഞെടുപ്പ് വിധിയൊക്കെ വന്ന സ്ഥിതിക്ക് മലയാളികളുടെ അംഗസംഖ്യയിൽ ഗണ്യമായ വർധനവ് ദിവസങ്ങളിലുണ്ട്. എന്തായാലും വലിയ തിരക്കിലാണ് സന്നിധാനവും പരിസര പ്രദേശങ്ങളും ഒക്കെ ഉള്ളത്. വലിയ നടപ്പന്തൽ പിന്നിട്ടും ക്യൂ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് സന്നിധാനത്തിന്റെ ക്യൂ കോംപ്ലക്സുകളും അത് മാത്രമല്ല ഫ്ലൈ ഓവറും ഒക്കെയാണ്. എന്തായാലും ഈ ഫ്ലൈ ഓവർ കടന്ന് വേണം അയ്യപ്പനെ ദർശിക്കാൻ. വളരെ വേഗത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ക്യൂ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇപ്പോഴും അത്തരത്തിൽ തന്നെ ചില ക്യൂകളൊക്കെ മുൻപോട്ട് പോകുന്നുണ്ട്. പക്ഷേ ചില വരികൾ അങ്ങനെ തന്നെ നിൽക്കുന്നു. കാരണം അത്രത്തോളം തിരക്ക് നേരിടുന്നു എന്നുള്ളതാണ്. ഈ ഫ്ലൈ ഓവർ പൂർണ്ണമായും തിങ്ങി നിറഞ്ഞ ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ കാണാൻ സാധിക്കുക. മാത്രമല്ല നടപ്പന്തലും അത് പിന്നിട്ട് ശരംകുത്തി വരെയും ഒക്കെ കഴിഞ്ഞ ദിവസം രാത്രി തിരക്ക് നീണ്ടു എന്നുള്ളതാണ്. അപ്പോൾ ശനി ഞായർ ദിവസങ്ങൾ പിന്നിട്ട് തിങ്കളാഴ്ചത്തേക്ക് എത്തുമ്പോൾ കനത്ത തിരക്കിലാണ് സന്നിധാനം ഉള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഇതേ തിരക്കാണ് കഴിഞ്ഞ ആഴ്ചയിലും ഒക്കെ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഈ അവധി ദിവസങ്ങൾ കഴിയുമ്പോൾ നല്ല തിരക്കിലേക്ക് സന്നിധാനം മാറുകയാണ്. സ്വാമി എവിടുന്നാണ് വരുന്നത്? ഞാൻ കോഴിക്കോട്. നല്ല തിരക്കുണ്ടല്ലേ? ഇല്ല, കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്ര തിരക്കില്ലായിരുന്നു ശനി ഞായർ ദിവസങ്ങളിലൊക്കെ. തീർച്ചയായിട്ടും. എങ്ങനെയുണ്ട് കാലാവസ്ഥ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കാലാവസ്ഥ നല്ല കാലാവസ്ഥ. കാറ്റുണ്ടല്ലേ? കനത്ത കാറ്റുണ്ട്. മഴ മാറിയെന്ന് തന്നെ വലിയൊരു അനുഗ്രഹം. സിവിൽ ദർശനമാണോ അതോ? അതെ. ഇന്നലെ വൈകിട്ടാണ് കയറി വന്നത്. അപ്പോൾ സാധിച്ചില്ല. പിന്നെ രാവിലെ ലൈനിൽ നിന്ന്. എന്തായാലും കനത്ത തിരക്കിലാണ് സന്നിധാനം ഉള്ളതെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം 97,000 പേരാണെങ്കിൽ ഇന്ന് അതിലും കൂടുതൽ ഭക്തരെത്താനുള്ള ഒരു സാധ്യതയൊക്കെ ദേവസ്വം ബോർഡും പോലീസും ഒക്കെ മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷാ സജ്ജീകരണങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. പോലീസ് വിന്യാസം കൂടുതൽ കാര്യക്ഷമമായി തന്നെ മുൻപോട്ട് പോകുന്നുണ്ട്. 1590 പോലീസിനെയാണ് മുൻപ് വിന്യസിച്ചിരുന്നത്. അതിൽ കൂടുതൽ പോലീസിനെ ഇത്തവണ വിന്യസിച്ചിട്ടുണ്ട്. സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും പോലീസും ഇന്റലിജൻസ് വിഭാഗം അടക്കമുള്ളവ പരിശോധനയൊക്കെ നടത്തി വരികയാണ്. മാത്രമല്ല എക്സൈസിന്റെയും പരിശോധന കൂടുതൽ സജ്ജമായി കാര്യക്ഷമമായി നടന്നു വരികയാണ്. എന്തായാലും തിരക്ക് കനത്ത തിരക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. 97,000 ഭക്തരായിരുന്നു കഴിഞ്ഞ ദിവസം എത്തിയതെങ്കിൽ ഇത്തവണ അത് 1 ലക്ഷം കടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കാരണം സ്പോട്ട് ബുക്കിംഗും കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതലായിരുന്നു. താങ്ക് യു.